രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച് നിരവധി ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിൻവാതിൽ നിയമനമടക്കമുള്ള ആരോപണങ്ങളായിരുന്നു. തങ്ങളോടൊപ്പം നിൽക്കുന്നവർക്ക് ഏത് തരത്തിലുള്ള ഒത്താശയും ചെയ്തു കൊടുത്ത് തങ്ങളോടൊപ്പം നിൽക്കുന്നവരെ ഏത് തരത്തിലും സംരക്ഷിച്ചുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏത് തരം ബുദ്ധിമുട്ടുണ്ടായാലും തങ്ങളോടൊപ്പം നിൽക്കുന്ന സംഘടനകളെ, തങ്ങളോടൊപ്പം നിൽക്കുന്ന വ്യക്തികളെ സംരക്ഷിക്കുക എന്ന നിലപാടായിരുന്നു രണ്ടാം പിണറായി സർക്കാർ നടത്തിയിരുന്നതിൽ ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ട ഒരു വിഷയം. ഇപ്പോൾ എന്തുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. അത് മാതൃഭൂമിയിലെ രണ്ട് വാർത്തകളാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. മാതൃഭൂമിയിൽ ഇന്ന് വന്ന രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ. അതിൽ ഒന്ന് വെറ്റിനറി സർവകലാശാലയിലെ കൃത്രിമ തസ്തികകളെ പറ്റിയിട്ടാണ്. മാതൃഭൂമിയിലെ ആ വാർത്തയിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. തലക്കെട്ട്: വെറ്റിനറി സർവകലാശാലയിൽ കൃത്രിമ തസ്തികയിൽ 156 സാങ്കല്പിക തസ്തികയിൽ നിയമനത്തിന് നീക്കം. ഈ വിഷയം നടക്കുന്നത് വയനാട്ടിലാണ്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ കൃത്രിമമായി തസ്തികകൾ സൃഷ്ടിച്ച് 156 അധ്യാപക നിയമനത്തിനാണ് നീക്കം നടത്തിയിരിക്കുന്നത്. മാതൃഭൂമി പറയുന്നത് ഇങ്ങനെയാണ്: ജനുവരി 9 നടന്ന സർവകലാശാലയുടെ ബോർഡ് ഓഫ് മാനേജ്മെന്റ് യോഗത്തിലാണ് വൻ അഴിമതിക്ക് കളമൊരുക്കുന്ന തീരുമാനമുണ്ടായത്. സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിൽ ഉൾപ്പെടുത്താതെ പുതുതായി 7 വകുപ്പുകൾ രൂപീകരിച്ചും അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഇല്ലാത്ത തസ്തികകളിലേക്കുമാണ് നിയമനം നടത്തിയിരിക്കുന്നത്. നിലവിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർമാർക്ക് സ്ഥാനക്കയറ്റം നൽകിയെന്ന് സങ്കല്പിച്ച് അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഒഴിവുകളിലേക്കാണ് നിയമനം. ഇതിൽ സർക്കാരിനുള്ള പങ്ക് എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് അടുത്ത ഭാഗങ്ങളിലുള്ളത്. ദൈനംദിന ചെലവുകൾക്കും ശമ്പള പെൻഷൻ വിതരണത്തിനും സർവകലാശാലയെ തന്നെ ബുദ്ധിമുട്ട് നേരിടുമ്പോഴാണ് വർഷം 20 കോടിയിലധികം രൂപ അധിക ബാധ്യത ഉണ്ടാക്കുന്ന നീക്കം. യോഗത്തിൽ സർക്കാർ പ്രതിനിധികൾ നാമമാത്രമായ എതിർപ്പ് പ്രകടിപ്പിച്ചതല്ലാതെ ഈ അധികാര ദുർവിനിയോഗം തടയാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ശ്രമവുമില്ല. ബോർഡ് ഓഫ് മാനേജ്മെന്റിൽ ഭൂരിപക്ഷവും ഇടത് അധ്യാപക സംഘടനാ പ്രതിനിധികളാണ്. ഏക പ്രതിപക്ഷ പ്രതിനിധി സ്ഥലം MLA ടി സിദ്ദിഖാണ്. അദ്ദേഹം പങ്കെടുത്തുമില്ല. വൈസ് ചാൻസലർ ഡോക്ടർ MR ശശീന്ദ്രനാഥിന്റെ കാലാവധി ജൂണിൽ അവസാനിക്കും. ഗവർണറും സർക്കാരും ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ VC നിയമനത്തിൽ പാർട്ടി താൽപര്യം ഉറപ്പാക്കാനാവില്ലെന്ന് തിരിച്ചറിവിലാണ് തിരക്ക് കൂട്ടി നിയമനത്തിലൊരുങ്ങുന്നത്. ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ നിയമ നടപടികളിലും കാര്യമായ വെള്ളം ചേർക്കൽ നടന്നതായി ആരോപണമുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സ്വന്തം ഭാര്യയും ബന്ധുക്കളെയും ഒക്കെ, അതായത് മന്ത്രിമാരുടെ ഭാര്യയും ബന്ധുക്കളെയും ഒക്കെ പിൻവാതിൽ നിയമനത്തിലൂടെ അവിടുത്തെ അധ്യാപകരും അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഒക്കെ ആക്കി തീർക്കുവാനുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു നീക്കം നടന്നത്. ആ നീക്കമൊക്കെ പാടെ പൊളിയുകയും ഒക്കെ ഉണ്ടായിരുന്നു. സമരങ്ങളൊക്കെ അതിന്റെ ഭാഗമായി നടന്നതുമാണ്. ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ സർക്കാരിന്റെ ഒത്താശയോടുകൂടി ഇല്ലാത്ത ഒരു വകുപ്പ് സാങ്കല്പികപരമായി സൃഷ്ടിച്ച് അവിടേക്ക് തങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ, പാർട്ടി അനുയായികളെ, പാർട്ടി വക്താക്കളെ തിരികെ കയറ്റുവാനുള്ള ശ്രമം സർക്കാർ നടത്തിയിരിക്കുന്നത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ സർക്കാരിനോട് അനുകൂലപരമായ നിലപാട് സ്വീകരിക്കുന്ന, സർക്കാരിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്ക് ഏത് തരത്തിലുള്ള ഒത്താശയ്ക്കും, ഏത് തരത്തിലുള്ള അഴിമതികൾക്കും, ഏത് തരത്തിലുള്ള മോശപ്രവണതകൾക്കുമുള്ള കളമൊരുക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് പറയാനുള്ള കാരണം. ഇനി സാധാരണക്കാരായ ജനങ്ങൾ ഏത് തരത്തിൽ ദുരിതം അനുഭവിച്ചാലും അവയൊന്നും കാണാത്ത തരത്തിലേക്ക് മാറുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്ന തെളിയിക്കുന്ന മറ്റൊരു വാർത്ത ഇതേ പത്രത്തിൽ, ഇതിനോട് ചേർത്ത് വായിക്കാൻ കഴിയുന്ന തരത്തിൽ ഇതേ പത്രത്തിൽ തന്നെയുണ്ട്. ആ വാർത്ത കൂടി ഒന്ന് വായിക്കാം. ഒന്ന്, സർവകലാശാലയിൽ ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയുള്ള തസ്തിക നിർമ്മിക്കൽ. മറ്റൊന്ന്, സാധാരണക്കാരന്റെ വയറ്റത്തടിക്കുന്ന ഒരു പ്രവണത. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ച് അവർ മടങ്ങുന്നു. ഹോസ്റ്റൽ ഫീസും ലംസും ഗ്രാൻഡും അടക്കമുള്ള സഹായം മാസങ്ങളായി മുടങ്ങിയതോടെ സംസ്ഥാനത്ത് പഠനം അവസാനിപ്പിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്നു. സഹായം 2 വർഷത്തോളം മുടങ്ങുന്ന സാഹചര്യമുള്ളതിനാൽ പല കോളേജുകളും വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ പ്രവേശനം നൽകുന്നില്ല. കുടിശ്ശിക കൊടുക്കാനാവാതെ കോഴിക്കോട് ജില്ലയിലെ വടക്കൻ മേഖലയിലുള്ള കോളേജിൽ 10 കുട്ടികളാണ് 2 വർഷത്തിനിടെ പഠനം നിർത്തിയത്. ആദിവാസി ദളിത് വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ആദിശക്തി സമ്മർ സ്കൂൾ കൊച്ചി നഗരത്തിലെ വിദ്യാർത്ഥികൾക്കായി വാടകയ്ക്കെടുത്ത വീട് ഒഴിഞ്ഞുകൊടുക്കേണ്ട ഘട്ടത്തിലാണ്. കഴിഞ്ഞ വർഷം ജനുവരി മുതലുള്ള ഹോസ്റ്റൽ ഫീസ് കിട്ടാത്തതാണ് ഇവിടുത്തെ 15 വിദ്യാർത്ഥികളുടെ തുടർ പഠനം പ്രതിസന്ധിയിലാക്കി. സർക്കാർ എയ്ഡഡ് കോളേജിൽ 3500 രൂപയാണ് ഹോസ്റ്റൽ ഫീസായി നൽകുന്നത്. എന്നാൽ 2 വർഷം മുതൽ 1.5 വർഷം വരെ പല കുട്ടികൾക്കും സഹായം കിട്ടിയില്ല. വൻ തുക കുടിശ്ശികയാവുന്നതോടെ കുട്ടികൾക്കുമേൽ അധികൃതർ പലവിധ സമ്മർദ്ദം ചെലുത്തുകയാണ്.
തൃശൂർ കേരളവർമ്മ കോളേജിന് 69 ലക്ഷത്തോളം രൂപയാണ് SC/ST, OEC, കാഴ്ചപരിമിതിയുള്ളവർ എന്നിവരുടെ ഹോസ്റ്റൽ ഫീസിനായി സർക്കാരിൽ നിന്ന് കിട്ടാനുള്ളത്. ഈ വിഭാഗത്തിൽ നിന്ന് 76 ആൺകുട്ടികളും 139 പെൺകുട്ടികളുമാണ് ഹോസ്റ്റലുകളിൽ താമസിക്കുന്നത്. കുടിശ്ശിക പെരുകിയതിനാൽ ഹോസ്റ്റൽ നടത്തിപ്പ് വരെ പ്രതിസന്ധിയിലാണ്. പ്രവേശനത്തിന് ഏകജാലക സംവിധാനം വന്നതോടെ നാട്ടിൽ നിന്ന് ഏറെ അകലെയായാണ് മിക്ക വിദ്യാർത്ഥികളും പഠിക്കുന്നത്. ഹോസ്റ്റലിനെ ആശ്രയിക്കാതെ നിവൃത്തിയില്ല. സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുന്ന SSC വിഭാഗത്തിൽ 1500 രൂപയും ST വിഭാഗത്തിൽ 3000 രൂപയുമാണ് സഹായം. ഒരു ഭാഗത്ത് ഒരു സർവകലാശാല സാമ്പത്തികപരമായി അധ്യാപകർക്ക് ശമ്പളം നൽകുവാനും കുടിശ്ശിക നികത്തുവാനും ഒക്കെ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ അവിടേക്ക് സ്വന്തം പാർട്ടിക്കാരെ, സ്വന്തം അനുയായികളെ തിരികെ കയറ്റുവാൻ ശ്രമിക്കുന്ന സർക്കാർ, മറ്റൊരു ഭാഗത്ത് നിരാലംബരായ വിദ്യാർത്ഥികൾ, ദളിത് വിദ്യാർത്ഥികൾ, ആദിവാസി വിദ്യാർത്ഥികൾ, അവർക്ക് പഠിക്കുവാൻ സർക്കാർ നൽകിയ സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങൾ നൽകാതെ ഇരിക്കുന്നു. അവർക്ക് നൽകേണ്ട ഫീസ് നൽകാതെ ഇരിക്കുന്നു. ഹോസ്റ്റൽ സൗകര്യം നൽകാതെ ഇരിക്കുന്നു. സാമ്പത്തികപരമായി അവർക്ക് നൽകേണ്ട സഹായങ്ങൾ ഒന്നും തന്നെ നൽകാതെ അവരെ കണ്ണീരിലാഴ്ത്തുന്ന നടപടി. ഇത് ആർക്കു വേണ്ടിയുള്ള സർക്കാരാണ്? ഇത് ആരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയുള്ള സർക്കാരാണ്? ഇത് സർക്കാർ ഭരിക്കുന്നത് CPM തന്നെ നേരിട്ടിറങ്ങി വന്നാണോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്കാണ് ഇവിടുത്തെ രീതികൾ പോകുന്നത്. മാതൃഭൂമിയിലൂടെ വന്ന വാർത്തയും അതുതന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒരു ദിവസം പത്രത്തിൽ വരുന്ന വാർത്തകൾ വായിച്ചാൽ തന്നെ അറിയാം ഈ നാട്ടിൽ സർക്കാർ ആരെ സന്തോഷിപ്പിക്കുവാനാണ് ഓരോ നിയമങ്ങളും ഓരോ നടപടികളും നടത്തുന്നതെന്ന്. തെരുവോരങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്ന SFI പ്രവർത്തകരെ ജാമ്യത്തിന് വിട്ടയക്കുകയും അതേ പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ജാമ്യമില്ലാ വകുപ്പിൽ അകത്താക്കുകയും ചെയ്യുന്നു. ജനാധിപത്യപരമായ പ്രതിഷേധം നടത്തുന്നവന്റെ തലതല്ലിപ്പൊളിക്കുന്നു. ബാങ്കുകളിൽ വൻ തട്ടിപ്പ് നടത്തിക്കൊണ്ട് സ്വന്തം പാർട്ടിക്കാർക്ക് സാമ്പത്തികപരമായ മെച്ചമുണ്ടാക്കി കൊടുക്കുന്നു. അതേ സ്ഥാനത്ത് വൃദ്ധവയോധികരായുള്ള സാധാരണക്കാരായ ജനങ്ങൾ, മറിയക്കുട്ടിയെ പോലെയുള്ളവർ പിച്ചച്ചട്ടിയെടുത്ത് തെരുവിലിറങ്ങുന്നു. ചിലയിടത്ത് നിശബ്ദമാകുന്ന സർക്കാർ, ചിലയിടത്ത് അനാവശ്യമായി ശബ്ദമുയർത്തുന്ന സർക്കാർ, സ്വന്തം യുവജന പ്രസ്ഥാനത്തിന്റെ അണികളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന സർക്കാർ. യുവജന പ്രസ്ഥാനം മറ്റൊരു പാർട്ടിയുടേതാണെങ്കിൽ അവരുടെ മൂക്കും തലയും അടക്കം എല്ലാം തല്ലി തകർക്കുന്ന സർക്കാർ. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സർക്കാർ നിലകൊള്ളുന്നത്? ആരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കാർ ഇവിടെ ഭരിക്കുന്നത്?